ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ തിരുവെഴുത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. കർത്താവിന്റെ വചനം നമ്മുടെ ആത്മാവിന് ശാന്തിയും സമാധാനവും ശരീരത്തിന് സൗഖ്യവും മനസ്സിന് കുളിർമയും നൽകുമാറാകട്ടെ എന്നുള്ള ആശംസയോടെ അനുനയനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തുഷ്ടിയുണ്ട്. കർത്താവിന്റെ കൃപയിൽ വീണ്ടും നിങ്ങളായിരിക്കുവാൻ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. താഴെ കാണുന്ന ഫോൺ നമ്പറിലോ പുറമേ കൊടുക്കുന്ന വിലാസത്തിലോ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സർവാത്മന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സംഘമുണ്ട് എന്നറിയിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മാന്യമിത്രങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. അത് ഞങ്ങൾക്ക് പ്രചോദനവും ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് കരുത്തുമാകും എന്നുള്ളതിന് സംശയമില്ല. ഏത് രീതികളിലൂടെ നമ്മുടെ ശുശ്രൂഷകളെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള നിർദ്ദേശങ്ങൾ 100% നല്ല മനസ്സോടെ ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ഏവരെയും ക്രിസ്തുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിന് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന്റെ വിഖ്യാതമായ ഒരു പ്രസംഗത്തിന്റെ തുടക്കമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിച്ചത്. പത്രോസ് ഇവിടെ ഊന്നി പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്ന സംഗതി അല്ല ഇത്. ഏതായും നിങ്ങൾ അതിന് തൊട്ട് മുമ്പിലത്തെ പാരഗ്രാഫിൽ ആ പാസേജിൽ ഉടനീളം കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 16ഓളം വ്യത്യസ്ത വിഭാഗങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജെറുസലേമിൽ വന്നിട്ട് പെന്തക്കോസ്ത് ദിന പെരുന്നാൾ ആചരിക്കാൻ തമ്പടിച്ചിരിക്കുകയാണ്. ഈ വ്യത്യസ്ത വിഭാഗങ്ങളിലും ഭാഷകളിലും പെട്ട ആളുകളുടെ ഒരു സമാഹാരം ജെറുസലേമിന് തൊട്ടരികിൽ ഉള്ളതായ ഈ സംഭവം നടന്ന ഇടത്തേക്ക് ഓടിക്കൂടുകയാണ്. അതിനാധാരമായ സംഭവങ്ങൾ ഒരുപക്ഷെ മാന്യ പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ മനഃപ്പാടമായിട്ടുണ്ടായിരിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ എല്ലാവരും ഒന്നിച്ച് കൂടിയിരുന്നു. അവിടെ സംഭവിച്ചതിനെ പറ്റി വളരെ വ്യക്തമായി ലൂക്കോസ് തന്റെ ചരിത്ര പുസ്തകമാക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മേൽ പതിഞ്ഞ അഗ്നിനാവുകൾ അവരിൽ സംജാതമാക്കിയ സംഭവങ്ങളാണ് തുടർന്നുള്ള വിവരണത്തിൽ കാണുന്നത്. അവര് തങ്ങൾക്ക് ഓരോരുത്തര് ലഭിച്ചതായ ഭാഷകളിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് ഒട്ടും വ്യക്തതയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ വന്നു നിൽക്കുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷവും വിചാരിച്ചത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവർ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന്. നോക്കണം, ഒരു പക്ഷെ അവരിത് പറയാൻ സാധ്യതയുണ്ട്, ഇവന്മാരെല്ലാവരും ലഹരി പിടിച്ചിരിക്കുവാടോ, പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് ഈ ബഹളത്തിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലാത്ത പക്ഷം ഇത് അവരുടെ വാമൊഴിയായി കേട്ടതായിരിക്കില്ല, അവരുടെ മനോമുഖരത്തിലൂടെ പോയ സംഗതികളെ പരിശുദ്ധാത്മാവാം ദൈവം തന്റെ പ്രിയ ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാവും. എന്തായിരുന്നാലും തങ്ങളെ നന്നായി നിരീക്ഷണം നടത്തുന്ന, തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് മനസ്സിലാക്കാത്ത, തങ്ങൾ എന്ത് സംസാരിക്കുന്നെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത, അതിന്റെ നേർ വിപരീത ദിശയിൽ ചിന്തിക്കുന്ന, അഭിപ്രായം മെനയുന്ന ഒരു സമൂഹം തങ്ങളെ വാച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു ബോധ്യം ശിമോൻ പത്രോസിന്റെ ഉള്ളിലേക്ക് വരികയാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് 11 അവശേഷിച്ച ശിഷ്യന്മാരുമായി ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ അവശേഷിക്കുന്ന 11 പേരോടുകൂടെ ശിമോൻ പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിച്ചു തുടങ്ങുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾക്ക് എങ്ങനെയും ഊഹിക്കുവാൻ പറ്റും ഇതെന്താണെന്ന്. പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തെ ഇന്നും അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന ക്രൈസ്തവ കൂട്ടങ്ങളുടെ നേർക്ക് അന്നത്തെ പോലെ തന്നെ ഇന്നും വളരെ രൂക്ഷമായ വിമർശനാത്മകമായ കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാളിലാണ്
നാം ഈ വചനം ചിന്തിക്കുന്നത്. എന്താണ് ഈ കോലാഹലത്തിന് പിന്നിൽ? പല ഊഹങ്ങളുണ്ട്, പല വാദങ്ങളുണ്ട്, പല തിയറികളുണ്ട്, പല നിഗമനങ്ങളുണ്ട്. അവസാനത്തിൽ മിക്കപേരും എത്തിച്ചേരാറുള്ള ഒരു കൺക്ലൂഷൻ ഇവിടെ അപ്പോസ്തല പ്രവർത്തികളിൽ ലൂക്കോസ് രേഖപ്പെടുത്തുകയും തന്നെയാണ്. ലക്കില്ലാതെയാ, വെളിവില്ലാതെയാ, അസ്വസ്ഥത, മാനസികമാ, ലഹരിയാ, അറിവില്ലായ്മയാ, അജ്ഞതയാ, അപരിഷ്കൃതമാ, ഇങ്ങനെ പലതും പറയുമ്പോ എന്തുമാവട്ടെ, ലോക ജനത എന്തും പറഞ്ഞോട്ടെ, എങ്ങനെയും പറഞ്ഞോട്ടെ, എങ്ങനെയും ദുർവ്യാഖ്യാനം ചെയ്തോട്ടെ, ഇതനുഭവിക്കുന്ന ഒരുത്തന് വ്യക്തമായ ഉറപ്പുണ്ട് എന്തുവാണിതെന്ന്. എന്തുവാണിതെന്ന് പറഞ്ഞാൽ അതിന് അടിത്തറയുള്ളതാ, ഉപദേശമുള്ളതാ, ദൈവിക പദ്ധതിയുള്ളതാ, പ്രവാചക വചനമുള്ളതാ. ഇപ്പൊ ഒന്നാമത് അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു സെൽഫ് ഡിഫൻസ് നടത്തുകയാണ്. പുരാതന നാളുകളിലെ പ്രസംഗകർ എല്ലാവരും തന്നെ ഇന്നത്തെ കാലത്തും വാദപ്രതിവാദങ്ങളിലൂടെ, ഖണ്ഡനോപക്ഷേപങ്ങളിലൂടെ തങ്ങളുടെ ആശയങ്ങളെ സാധൂകരിക്കുന്ന സകലരും ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണോ തങ്ങള് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ പ്രതിരോധിക്കുക. എന്തിലാണോ തങ്ങൾ ആക്രമിക്കപ്പെട്ടത്, എന്തിലാണോ തങ്ങൾ ആക്ഷേപിക്കപ്പെട്ടത്, എന്തിനാണോ തങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നത്, അതെന്താണെന്ന് കാര്യകാരണ സഹിതം സമർത്ഥിക്കുക ഒരു പ്രഭാഷകന്റെ പ്രാഥമിക കർത്തവ്യമാണ്. പത്രോസ് ഒരു സെൽഫ് ഡിഫൻസിലൂടെ പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്ന ഒരു സംഗതി അല്ല ഇത്. നിങ്ങളുടെ ഊഹങ്ങൾക്ക് നേരെ എതിർ ദിശയിലുള്ള ഒരു സംഗതിയാണിത് എന്നൊരു അദ്ദേഹം പറയുകയാണ്. ഇത് യോവേൽ പ്രവാചകൻ പ്രവചിച്ച സംഗതിയാണ്. 15-16 വാക്യങ്ങളിൽ പത്രോസ് അവിടെ നടന്ന സംഭവ വികാസങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തെ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അന്നത്തെ ഓഡിയൻസിന് അത് സമർത്ഥിച്ചു കൊടുത്തെങ്കിൽ അത് രേഖയായി നമ്മുടെ കൈവശമുള്ള ബൈബിളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടപ്പോ ഇന്നത്തെ അഥവാ എന്നത്തെയും പൊതുസമൂഹത്തിന് നൽകുവാനുള്ള ഏറ്റവും ഡിഫൻസീവായിട്ടുള്ള സന്ദേശമാണെന്ന് മറക്കാൻ പാടില്ല. ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട് മാന്യമിത്രമേ, ഈ കോലാഹലത്തിന് ഉത്തരമുണ്ട്, അതൊരു വിശദാംശമുണ്ട്. ഇത് വെളിവുകേടല്ല, ഇതൊരു ലഹരിയല്ല, ഇത് തിരുവെഴുത്ത് പ്രവാചകന്മാർ മുഖാന്തരം പ്രവചിച്ചതായ ആ അരുളപ്പാടുകളുടെ നിറവേറലാണ്. ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രോഫസി. അതാണ് നമുക്ക് 17 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. യോവേൽ എന്താണ് പ്രവചിച്ചത് എന്ന് പത്രോസ് തൊട്ടടുത്ത് അവരോട് പറയുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ ഒരു പ്രസ്താവന. സെൽഫ് ഡിഫൻസിന്റെ ഒന്നാം ഭാഗം കഴിഞ്ഞു. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ലഹരി അല്ല ഇത്. കാരണം ഇത് പ്രാവചനികമായിട്ടുള്ള ഒരു നിറവേറലാണ്. യോവേലിന്റെ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഏറെ അത്ഭുതാവഹമായിട്ടുള്ള ഒരു സംഗതി, ഏറെ ആത്മീയ ആനന്ദം നൽകുന്ന ഒരു സന്ദേശം. ഇത് യാഥാർത്ഥ്യമായതാണ്. ഇങ്ങനെ യാഥാർത്ഥ്യമാവുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് ഒരുപക്ഷെ ആ ശ്രോതാക്കളിൽ ആർക്കെങ്കിലും പറയാനുണ്ടാവും. പത്രോസ് തുടരുകയാണ്, ഇത് പ്രാവചനിക സത്യമാണ് എന്ന് വെച്ചാൽ പ്രവചനത്തിന്റെ നിറവേറലാണ്. പ്രസംഗത്തിന്റെ ഒന്നാം ഭാഗത്ത് താൻ തന്നെ തന്നെ ന്യായീകരിച്ചുകൊണ്ട്, കൂടിയിരിക്കുന്ന ആളുകളെ ന്യായീകരിച്ചുകൊണ്ട്, തങ്ങൾക്കെതിരായിട്ട് തെറ്റിദ്ധാരണ പുലർത്തുന്നവർക്കെതിരെ ആ തെറ്റിദ്ധാരണയ്ക്ക് സ്ഥാനമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് പറയുക. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാൾക്ക് നിശ്ചയമായിട്ടും ഉണ്ടാകേണ്ട ബോധ്യമാണ്, ഞാൻ എന്തിന് സാക്ഷ്യം പറയുന്നു, എന്റെ സാക്ഷ്യം എന്താണ്. പൊതുസമൂഹത്തിന് നൽകുവാൻ തക്ക ഒരു സന്ദേശം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ മാന്യമിത്രമേ, നമുക്കത് വിശദീകരിച്ചു കൊടുക്കുവാൻ ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ എന്തല്ല, ഞങ്ങൾ എന്താണ്. ഞങ്ങൾ ആരല്ല, ഞങ്ങൾ ആരാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കൂട്ടരല്ല. ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തു ഭൂമിയിൽ ഉദിച്ച ഉദയം,
ക്രിസ്തു ഭൂമിയിൽ വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ എന്നുള്ള പരമമായ സത്യം, മാർമികമായി സത്യം വിളിച്ചു പറയുകയാണ് പത്രോസ് ഇവിടെ ചെയ്യുന്നത്. ഈ പ്രാവചനിക നിറവേറലിനകത്ത് ഒന്ന്, സ്വയം തങ്ങൾ ആരാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. രണ്ട്, വിശദാംശങ്ങൾ കൊടുക്കുകയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത, ഈ പ്രവചനത്തിന്റെ നിറവേറലാണെന്ന് 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ സൂചനകളിൽ നമുക്ക് ശ്രവിക്കുവാൻ കഴിയുന്നുണ്ട്. എന്താണ് 22 മുതൽ 32 വരെയുള്ള ഭാഗത്ത് പത്രോസിന്റെ പ്രസംഗത്തിന്റെ അടുത്ത തുടർച്ച കാണുകയാണ്. ജീസസ് ഈസ് ദ മെസയ. യേശു അഭിഷിക്തനാകും. യേശു മിശിഹയാണോ? യേശു മിശിഹയാണ്. യഹൂദ സഹസ്രങ്ങളുടെ ചോദ്യം. ജെറുസലേമിൽ പെരുന്നാൾ പങ്കെടുക്കുവാൻ കടന്നു വന്ന ആയിരങ്ങളുടെ ചോദ്യം, അഥവാ ഒരു പുത്തൻ അറിവ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പലസ്തീന്റെ മണ്ണിൽ നടമാടിക്കൊണ്ടിരുന്ന എല്ലാ സംഭവ വികാസങ്ങൾക്കും അതിർവരമ്പുകളിട്ട് അതിനെ തൂക്കി ഒതുക്കി എന്ന് വിചാരിക്കുന്ന മാത്രയിൽ തീർന്നില്ല. ദൈവത്താൽ സംഭവിച്ചത് നിലനിൽക്കും. പ്രശസ്തനായ ഗമാലിയലിന്റെ വാക്കുപോലെ, ഇത് ദൈവികമെങ്കിൽ നിലനിൽക്കും, മാനുഷ്യമെന്ന് വരികിലോ നശിച്ചു പോകും. ദൈവികമായതുകൊണ്ട് നിലനിൽക്കുകയാണ്. ശിമോൻ അതിന് സാക്ഷ്യം പറയുകയാണ്. പ്രാവചനികമായ നിറവേറലിനെ വിശദമാക്കി കൊടുക്കുകയാണ്. ആ യേശു, നിങ്ങൾ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ച് തൂക്കിലേറ്റിയവനായ അതേ യേശുവിനെ മരണത്തിന് പിടിച്ചടക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോ തെളിയിക്കപ്പെടുന്നത് അവൻ മരണത്തിന് അതീതനാണെന്നാണ്. മരണത്തിൽ നിന്നും എഴുന്നേൽക്കുന്നവന്, അഥവാ മരണമില്ലാത്തവനെ മാത്രമേ മരണത്തിന് അതീതനെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദൈവം എന്നുള്ള ആ ഒരു പദത്തിന് എന്തെല്ലാം അർത്ഥങ്ങളാണ് നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രഥമമായിട്ടുള്ള അർത്ഥം മരണമില്ലാത്തവനെന്ന. മരണത്താൽ ഒതുങ്ങിപ്പോകുന്നവനെ അഭിഷിക്തനെന്ന് പറയാൻ പറ്റില്ല. കാരണം യേശു കഫർന്നഹൂമിലെ പള്ളിയിൽ നിന്നുകൊണ്ട് തന്റെ ഇഹലോകത്തിലെ ശുശ്രൂഷയെ പറ്റി വിവരിക്കുന്നിടത്ത് പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്, ബദ്ധന്മാരെ വിടുവിക്കുവാനും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് പുറത്തു വരുവിനെന്ന് പറയാനും കർത്താവിന്റെ പ്രസാദവർഷം ഘോഷിപ്പാനും യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. ഓർക്കുക, അഭിഷിക്തന്റെ കർത്തവ്യങ്ങളാണ് അക്കമിട്ട് യേശു പ്രസ്താവിച്ചത്. അന്ധകാരത്തിൽ ഇരിക്കുന്നവർ. ഏതാണ് അന്ധകാരം? മരണത്തിന്റെ അന്ധകാരം, ഇരുട്ട്. യേശു പറയുകയാ, ഇരുട്ടിലിരിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുവാൻ. ഇരുട്ടിൽ ഞാൻ അകപ്പെട്ടു പോയി, പക്ഷേ എന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം അങ്കുരിക്കുന്നുണ്ട്. അതിനൊരു സ്ഫുരണം എന്നിൽ നിന്നും ഉയരുന്നുണ്ട്. എനിക്ക് സാധിക്കുന്നില്ലല്ലോ. പഴയ നിയമ ഭക്തന്മാരുടെ കാര്യമാ. ബദ്ധരാണവർ. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ള വേദഭാഷ്യത്തിന് ആക്കം കൂട്ടുകയാണ് അവരുടെ വാക്കുകൾ. അവർ നീതീകരിക്കപ്പെട്ടവരാണ്, അവർ പ്രമാണം അംഗീകരിച്ചവരാണ്. പക്ഷേ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സകല മനുഷ്യനും, പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം നേരിട്ട് വ്യവഹരിച്ച ഇസ്രായേൽ മക്കൾക്കും, പുതിയ നിയമ കാലഘട്ടത്തിൽ ക്രിസ്തു മൂലം ദൈവത്തിന്റെ രക്ഷയിലേക്ക് കടക്കാൻ പോകുന്ന പുതിയ നിയമ വ്യക്തികൾക്കും ആർക്കും രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമായിരിക്കുമ്പോൾ ബദ്ധരായിരിക്കാൻ അവരെ സ്വതന്ത്രരായി വിട്ടയക്കുക എന്നുള്ളത് യേശുവിന്റെ നയപ്രഖ്യാപനമായിരുന്നു. യേശു പറയുന്നു, ബദ്ധന്മാരെ അഴിച്ചുവിടുവാൻ വന്നിരിക്കുകയാണ്. അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് വെളിച്ചം കാണിക്കുവാൻ കടന്നു വന്നിരിക്കുകയാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ വന്നിരിക്കുകയാണ്. എനിക്കിനി രക്ഷയില്ല, എന്റെ ജീവിതത്തിന് അവസാനം വന്നു, ജീവിക്കുന്നതുകൊണ്ട് എന്റെ അർത്ഥമുണ്ട് എന്ന് വിചാരിക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ട എളിയവനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, എളിയവരോട് ഒരു ഗുഡ് ന്യൂസ് പറയാൻ, ഒരു സദ്വർത്തമാനം പറയാൻ എന്റെ പക്കലുണ്ട്. അപ്പൊ നോക്കണം, മനുഷ്യനെ അവന്റെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണമെന്ന് മറിയോട് ഗബ്രിയേൽ മാലാഖ അരുളി ചെയ്ത യേശുവിന്റെ പിറവിക്ക് ശേഷം 30-ാമത്തെ വയസ്സിൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പലസ്തീന്റെ മണ്ണിൽ അങ്ങും ഇങ്ങും നടന്ന് ഇത് തന്നെ അതിന് ആക്കം കുറിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ഉപദേശങ്ങളും കൊണ്ട് നിറച്ച ശേഷം താൻ ദൈവമാണെന്ന് സ്ഥാപിക്കുന്നതിനിടയിൽ അതിന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത മനുഷ്യ സമൂഹം തിരുവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അതെ, നാം തൂങ്ങേണ്ട ഇടത്ത് മനുഷ്യന്റെ മരണത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി സ്വയമേവ
ക്രൂശിതനാകാൻ ഏൽപ്പിച്ചു കൊടുത്ത, വിധേയപ്പെട്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് അവതരിച്ച യേശു കർത്താവിന്റെ ഏറ്റവും വലിയ ദൗത്യം ക്രൂസിഫിക്ഷൻ, ക്രൂശീകരണം, മരണം ആസ്വദിക്കൽ സ്വയമേ ഏറ്റെടുക്കുന്നു. അത് ദൈവത്തിന്റെ നിയോഗമായതുകൊണ്ട് അധർമ്മികൾ അവനെ കുരിശിൽ തറപ്പിച്ചു കൊന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വരുന്ന ഇവനെ ഞങ്ങൾക്കറിയില്ല, ഇവനെ ക്രൂശിക്കണം. കരുണയുടെയും നന്മയുടെയും മൂർത്തിഭാവമായ ക്രിസ്തുവിനെ തിരസ്കരിച്ചുകൊണ്ട് പറയുക, ഞങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ വേണ്ട, ഈ അഭിഷിക്തനെ വേണ്ട, തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായി ഇറങ്ങി വന്ന ഈ രക്ഷകനെ ഞങ്ങൾക്ക് വേണ്ട. റവല്യൂഷൻ കൊണ്ട്, വിപ്ലവം കൊണ്ട്, രക്തച്ചൊരിച്ചിൽ കൊണ്ട്, സംഘർഷം കൊണ്ട്, കലാപം കൊണ്ട് ഞങ്ങൾക്ക് യഹൂദ രാജ്യം സ്ഥാപിച്ചു തരുന്ന ഒരുത്തനെ മതി. യേശു പറയുകയാണ്, എന്റെ രാജ്യം ഐഹികമല്ല, പാപികളെ പരിശുദ്ധരാക്കി ദൈവരാജ്യം സ്ഥാപിക്കാനാണ് ഞാൻ വന്നത്. അപ്പോ ആ സ്ഥാപനത്തിൽ രക്തച്ചൊരിച്ചിലില്ല, അവിടെ കലുഷതയില്ല, വൈരാഗ്യമില്ല, അസൂയയില്ല, കോപമില്ല, ക്രോധമില്ല, അസ്വാരസ്യങ്ങളില്ല, സ്ഥാനമോഹങ്ങളില്ല, സമാനതകളും തുല്യമായ പദവികളും വിശ്വാസത്തിന്റെ നവീകരിക്കപ്പെട്ട അനുഭവവും മാത്രം. അതുകൊണ്ട് എന്റെ രാജ്യം ഐഹികം. അപ്പൊ ഐഹികമല്ലാത്ത രാജ്യം സ്ഥാപിക്കാൻ വന്ന യേശുവിന് വേണ്ട, ആത്മീയ സാമ്രാജ്യം ഞങ്ങൾക്ക് വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞ് പാപികളുടെ കയ്യിൽ, അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങൾ ക്രൂശിച്ചവനായ ഈ ക്രിസ്തുവിനെ മരണം അവനെ ബന്ധിച്ചമർത്തുവാൻ ശ്രമിച്ചു. പക്ഷേ മരണത്തിന്റെ കെട്ടുകൾ അഴിക്കപ്പെട്ടു, മരണത്തിന്റെ പാശങ്ങൾ അഴിച്ചു മാറ്റി ദൈവം അവനെ ഉയർപ്പിച്ചു. അവനെ ഉയർപ്പിച്ചത് കൊണ്ട് ഒരു കാര്യത്തിന് ഞാൻ സാക്ഷ്യം പറയുകയാണ്. പത്രോസിന്റെ വാക്കുകളാണ്, അവനാണ് മെഷിഹ, ജീസസ് ഈസ് മസായ. യേശു മരണത്തിൽ നിന്നും ഉയർത്തവൻ, അവന് മാത്രമേ, മരണത്തിൽ നിന്നും ഉയർത്തവന് മാത്രമേ, മരണത്തിന്റെ വഴിയെ പോകുന്നവനെ, നിത്യ മരണത്തിന് അധീനനായി കിടന്നവനെ, പാപം മൂടിയ വ്യക്തിയെ ഉയർത്തുവാൻ, മരണശിക്ഷയിൽ നിന്നും ഒഴിവാക്കുവാൻ കഴിയത്തുള്ളൂ. ആ യേശുവിനെയാ ഞാൻ പ്രസംഗിക്കുന്നത്. ആ യേശുവിനെ പറ്റിയുള്ള വൻ കാര്യങ്ങളാ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഈ കൂട്ടർ പറഞ്ഞത്. ഇത് പ്രസ്താവിക്കുവാനാ ഇന്ന് ഞങ്ങൾക്ക് ഈ ആത്മാവിന്റെ ശക്തി. ഞങ്ങൾ ഭീരുക്കളാ, ഞങ്ങൾ അറിവില്ലാത്തവരാ, ഞങ്ങൾ അജ്ഞരാ, ഞങ്ങൾ സാധാരണക്കാരാ, ഞങ്ങൾ ദരിദ്രരാ. എന്നാൽ ഞങ്ങളുടെ എല്ലാ അപര്യാപ്തതകളെയും തകർത്തുകൊണ്ട് ഇത് നിങ്ങളോട് പ്രസ്താവിക്കുവാനാണ് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതായ ഈ പ്രവചനം ഞങ്ങളിൽ ഇപ്പോൾ നിറവേറിയിരിക്കുന്നത്. വളരെ സ്പഷ്ടമായി ശിമോൻ പത്രോസ് അക്കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി. യേശു മിശിഹയാകുന്നു എന്നുള്ളതിന് രണ്ട് കാരണങ്ങൾ പത്രോസ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത്, അവന്റെ പ്രവൃത്തികൾ അതിന് സാക്ഷ്യം പറയുന്നു. 22-ാം വാക്യം, അവന്റെ പ്രവൃത്തികൾ സാക്ഷ്യം പറയുകയാണ് യേശു മിശിഹയ. 2, അവന്റെ ഉയർപ്പ് സാക്ഷ്യം പറയുന്നു. അതാണ് 32 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. അവൻ ഉയർത്തു, ഇനി വേറെ തെളിവിന്റെ ആവശ്യമില്ല, അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. His resurrection attests that he is the Messiah. അവൻ മിശിഹയാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ അവന്റെ അത്ഭുതങ്ങളും അവന്റെ ഉയർപ്പും കാരണമായി തീർന്നിരിക്കുകയാണ്. പ്രകൃതിക്ക് അതീതൻ, മരണത്തിന് അതീതൻ, ലോകശക്തികൾക്ക് അതീതൻ, ഭൂതശക്തികൾക്ക് അതീതൻ, പിശാചിന്റെ വെല്ലുവിളിക്ക് അതീതൻ, രോഗത്തിന്റെ വെല്ലുവിളിക്ക് അതീതൻ തെളിയിക്കുകയായിരുന്നു മിശിഹയ. അഭിഷിക്തനിൽ കുറഞ്ഞ പക്ഷം ഇതൊക്കെ ഉണ്ടായിരിക്കണം. മാറാ രോഗങ്ങൾ, ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും ഡോക്ടർ ഉപേക്ഷിച്ചത്, ഇനി രക്ഷയില്ലെന്ന് പറയുന്നത്, മറുപടി കൊടുക്കാൻ സമൂഹം പരതുന്നത്, ശാസ്ത്രലോകം അതിന്റെ റെമഡി കണ്ടുപിടിച്ചിട്ടില്ലാത്തതിന് ഉത്തരം അഭിഷിക്തനിൽ ഉണ്ടാവണം. പ്രിയരെ, ഒരു കാര്യം പറയാം, എന്ത് സമസ്യയുമാവട്ടെ, എത്ര മാരകമാവട്ടെ താങ്കളുടെ ഉള്ളം പിടയുന്ന പ്രശ്നം, യേശുവിന്റെ പക്കൽ ഉത്തരമുണ്ട്. സമസ്യയ്ക്ക് ഉത്തരമുണ്ട്, രോഗത്തിന് മരുന്നുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. കേവലം ആ യേശു ക്രിസ്തു എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ് വിശ്വസിക്കുന്ന മാത്രയിൽ യേശുവിൽ മരണത്തിൽ നിന്ന് അവനെ ഉയർപ്പിക്കാൻ വ്യാപരിച്ച അതേ വ്യാപാരം താങ്കളിൽ ഉണ്ടാകും. അത്ഭുതകരമായ സൗഖ്യം, അത്ഭുതകരമായ വിടുതൽ ഉണ്ടാവുമെന്നുള്ളതിന് മാറ്റമേതുമില്ല. മൂന്നാമത്തെ വസ്തുത, യേശു മഹത്വീകരിക്കപ്പെട്ട മിശിഹയാണെന്ന് പ്രസ്താവിക്കുകയാണ്. 33 മുതൽ 36 വരെയുള്ള ഭാഗങ്ങൾ, നിങ്ങൾ ക്രൂശിച്ച ഇതേ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അവനെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തിയിരിക്കുന്നു. യേശു ഉയർക്കപ്പെട്ടതിന് ശേഷം നടന്ന സംഭവങ്ങൾ
തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ അരികിലേക്ക് യേശു കടന്നു വന്നു. അടച്ച വാതിലുള്ള ആ റൂമിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അവരോട് യേശു പറഞ്ഞു, നോക്കുവേ, നിങ്ങൾ ഭയപ്പെടരുത്. ഇത് ഞാനാകുന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ഉയർത്തെഴുന്നേറ്റ്. ഇനി എന്നെ കൊല്ലുവാൻ, ഇനി എന്നെ മരണത്തിൽ തളയ്ക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരണത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സമസ്യക്ക് ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ജീവനാ, ഞാൻ പുനരുദ്ധാനമാ. നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കാം, നിങ്ങൾക്ക് ധൈര്യപ്പെടാം. നിങ്ങളുടെ 3.5 വർഷത്തെ ജീവിതകാലം എന്റെ ഒപ്പം ചെലവഴിച്ചത്, സ്വന്തം പടകും വലയും പ്രിയപ്പെട്ടവരും വിട്ട് എന്റെ ഒപ്പം കടന്നു വന്നത് വൃഥാവിലായിട്ടില്ല. പ്രസ്തുത നിങ്ങൾക്ക് ഉന്മേഷവും ധൈര്യവും ഉറപ്പും തരാൻ ഞാൻ ഉയർത്തെഴുന്നേരിക്കുന്ന സഹോദരങ്ങളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവന്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുകയായിരുന്നു യേശു ഉയർപ്പിന് ശേഷം ചെയ്തത്. അത് കടൽത്തിരയാണെങ്കിലും അടച്ച മുറിയാണെങ്കിലും വഴിയാത്രയിലായിരുന്നെങ്കിലും വ്യത്യാസമില്ല. ഭയപ്പെടേണ്ട, ഞാൻ ഉയർത്തിരുത്തിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി. 40 നാളുകൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ശേഷം അവർ നോക്കി നിൽക്കെ ഒലിവ് മലയിൽ നിന്നും സ്വർഗത്തിലേക്ക് കടന്നുപോയി. പൗലോസിന്റെയും മറ്റും ഭാഷയിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ കാണുവാൻ കഴിയുന്ന അവനെ ഉയർപ്പിച്ച് സ്വർഗോന്നതകൾ ഇരുത്തിയത് അവർ കണ്ടു. ശിഷ്യന്മാർ നോക്കി നിൽക്കെ അവൻ സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ മഹത്വത്തിന്റെ വലുതുമായ മഹത്വം എന്ന് പറയുമ്പോൾ ഓർക്കണം, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത, കണ്ണഞ്ചി പോകുന്ന പ്രകാശധാരയാണ്. ദൈവത്തെ പറ്റി വേദപുസ്തകത്തിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെന്നാണ്. യേശുവിനെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടിയവനെന്നാണ്. പരിശുദ്ധൻ, അവന്റെ തേജസ് മഹാപ്രഭയാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത പരിശുദ്ധിയുടെ പരിവേഷമാക്കുന്ന പ്രകാശത്തിൽ, തേജസ്സിൽ വസിക്കണം. അതിനെ വേദപുസ്തക ഭാഷയിൽ പറഞ്ഞ തേജസ് എന്ന് പറയും. ഷെഖേന എന്നുള്ള എബ്രായ പദം അതിന് ഉപയോഗിച്ചിരിക്കുന്നു. ഷെഖേന, ആ മഹത്വത്തിന്റെ ഷെഖേന വസിക്കുന്ന ഇടത്തേക്ക്, അതിന്റെ വലഭാഗെ, അതിന്റെ എല്ലാ പ്രസാദവുമുള്ള സ്ഥലത്തേക്ക് അവൻ കടന്നുപോയിരിക്കുകയാണ്. തേജസ്കരിക്കപ്പെട്ട യേശുവാണ് ഞങ്ങളുടെ പ്രതിപാദ്യ വിഷയം എന്നാണ് ശീമോൻ പത്രോസ് തെളിയിക്കുന്നത്. നിങ്ങൾ ക്രൂശിച്ച ഇതേ യേശു, അവൻ മിശിഹയാ. അവൻ മരണത്തിൽ നിന്ന് ഉയർത്തവനാ. അവൻ പ്രവാചകന്റെ തിരുവെഴുത്തിൻ പ്രകാരം ഞങ്ങളുടെ നടുവിൽ അവന്റെ ദിവ്യ സാന്നിധ്യം, അവന്റെ ആത്മാവിനാൽ കടന്നു വന്ന ദിവസമായത്. സന്തോഷിക്കേണ്ട ദിവസമാണ്. ഈ സന്തോഷം മാലോകരോട് വിളിച്ചു പറയുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്ര സന്തോഷത്തോടെ അതിലായിരിക്കുന്നത്. പ്രിയരെ, സമൂഹം എന്തും പറയട്ടെ, ക്രിസ്തു വരുമ്പോൾ, കർത്താവിന്റെ ആത്മാവ് വരുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ പരിമിതികൾ മാറും, അസ്വാരസ്യങ്ങൾ മാറും. ലജ്ജിക്കാതെ സുവിശേഷത്തിന് സാക്ഷിയാവാൻ, നാണിക്കാതെ ലോകത്തിന് ക്രിസ്തുവിനെ സമ്മാനിക്കുവാൻ നമ്മൾ പാത്രീഭൂതരായിത്തീരും. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ മുഖ്യ ഘടകമാണ്. അല്ല, പരിശുദ്ധാത്മാവിനെ അയച്ചതിന്റെ പിന്നിലെ ഏക ഉദ്ദേശം ഇത് മാത്രമാണ്. പ്രാഥമികവും ഏറെ തീവ്രതയുള്ളതുമായ ഉദ്ദേശം ഇത് മാത്രമാണ്. നിങ്ങൾ എനിക്ക് സാക്ഷികളാണ്. സ്വാഭാവികമായി ഭീരുക്കളായ മനുഷ്യരായ നിങ്ങൾ, സാധാരണക്കാരായ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയില്ല എന്റെ സാന്നിധ്യം കൂടാതെ. അതാണ് ഞാൻ എന്റെ സാന്നിധ്യം തരുമെന്നുള്ളതിലൂടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ജീവൻ, കർത്താവിന്റെ ആത്മാവ് അപര്യാപ്തതകളിൽ നിന്നും നമ്മെ സകലത്തിനും പര്യാപ്തമാക്കുക. പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും. ആ സകലം എന്ന് പറയുമ്പോൾ ഓർക്കണം, യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കാനും, യേശുക്രിസ്തുവിന് വേണ്ടി സഞ്ചരിക്കാനും, യേശുക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കുവാനും, യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുവാനും, എന്റെ ആയുസ്സും ആരോഗ്യവും ലക്ഷ്യവും യേശുക്രിസ്തുവിലാക്കുവാനും സകലത്തിനും. ഇതിനൊന്നും എനിക്ക് കഴിയാതെ വരും ഞാൻ തനിച്ചാണെങ്കിൽ. പക്ഷേ എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു എന്ന സാന്നിധ്യം എന്നെ സകലത്തിനും, സുവിശേഷാത്മകമായ സകലത്തിനും പ്രാപ്തനാക്കുന്നു. ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്ന, മിസ്കോട്ട് ചെയ്യപ്പെടുന്ന വചനമാണിത്. സകലത്തിനും എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഒരു സംഗതിക്കുമല്ല എന്നുള്ള കാര്യം വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപരമായിട്ട് പറയുന്നു. പകരം ദൈവരാജ്യത്തിന് വേണ്ടി, ഐഹികമായ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി എന്ന് വേദപുസ്തകം പറയുന്നില്ല. പകരം ആത്മീകമായ ക്രിസ്തു വിഭാവനം ചെയ്ത ആ ആത്മീയ രാജ്യത്തിന് വേണ്ടിയിട്ട്, ആ പ്രതീക്ഷ നിർഭരമായ, നാശമില്ലാത്ത, പാതാള ഗോപുരങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയാത്ത ദൈവരാജ്യ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് മാത്രം
നമുക്ക് സാധാരണയായിരിക്കുന്ന മനുഷ്യർക്ക് തന്നിരിക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ശിമോൻ അടുത്ത തലത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എങ്ങനെ ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാം. അവിടെ കൂടിയുള്ള ജനം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ അവരെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി. കാരണം അവർ പരസ്പരം പറയുകയാ, ഇവരെല്ലാം സാമാന്യ മനുഷ്യർ, പക്ഷേ നമ്മൾ വിവിധ ദൂരദേശങ്ങളിൽ വന്നവർ, നമ്മുടെ ഭാഷ വ്യത്യസ്തമാണ്. നമ്മളുടെ വ്യത്യസ്തമായ ഭാഷകളിൽ ഇവർ ഈ അത്ഭുതകരമായ കാര്യങ്ങൾ, ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് അതിശയമായിരിക്കും. ഇറ്റ്സ് അമേസിങ്. അങ്കലാപ്പിലായ ജനക്കൂട്ടത്തോട് ശിമോൻ പത്രോസ് പറയുകയാണ്, ഇത് ക്രിസ്തു അഭിഷിക്തനെ പറ്റിയുള്ള കാര്യമാണ്. അവർ തിരിച്ചു ചോദിച്ചു, അല്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? സുഹൃത്തെ, പറയൂ, എന്താ ഇനി ചെയ്യേണ്ടത്? എന്തായിരുന്നാലും ഇവിടം വരെ എത്തിപ്പോയി, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശിമോൻ ഒരു മടിയും കൂടാതെ പറയുകയാണ്, ഓരോരുത്തൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. ഇത്രയും നേരം പറഞ്ഞു വന്നതേ എന്തെങ്കിലും ഗുണം ലഭിക്കാനുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ട് തിരികെ പോകുമ്പോൾ ആരും കൊണ്ടുപോകാതെ ജീവിതം മുഴുവൻ നിലനിർത്താനും, ജീവിതം ഈ ലോകത്തിൽ എപ്പോ തീരുമോ അതിനപ്പുറത്തുള്ള ഒരു അനന്ത ഭാവിയില് നിങ്ങളോടൊപ്പം എന്നേക്കും ഇരിക്കുവാൻ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതായ ദൈവശക്തിയാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട നസ്രായത്തുകാരനായ യേശുവിന്റെ വചനം. പ്രിയരെ, നാം വിശ്വസിക്കുന്ന ക്രിസ്തുനാഥന്റെ ആത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പോലും അറിഞ്ഞുകൂടാത്തതും ദൈവം മാത്രം വിഭാവനം ചെയ്യുന്നതും ആസൂത്രണം ചെയ്യുന്നതുമായ ദൈവരാജ്യത്തിന്റെ വലിയ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ നമുക്ക് കർത്താവ് കൃപ നൽകുവാൻ തക്കവണ്ണം സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ എന്നേക്കും കാക്കുമാറാകട്ടെ.